നിർത്തിക്കടാ. അങ്ങനെയല്ലല്ലോ പൊതുവിലുള്ള അഭിപ്രായം. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവൂ, കണ്ടിട്ടേ പോവൂ. സ്റ്റാർ ആണെങ്കിലേ ജാട കാണിക്കാൻ പറ്റൂ. ഞാനതല്ല, അതുകൊണ്ടായിരിക്കും. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. ഇങ്ങനെ നീ അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അനുസരിച്ച് ചെയ്യാം. ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും ചോദിച്ചാ അതെ ഇങ്ങനെ ഇരിക്കും. അല്ല, യൂഷ്വലി ഏതെങ്ങനെയാണ് താരജാടയുടെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചാൾസ് ശോഭരാജിന്റെ കണ്ണുകൾ, ദാവൂദ് ഇബ്രാഹിമിന്റെ ചിരി, വീരപ്പന്റെ മീശ, ഇല്ലില്ല മീശയില്ല മീശയില്ല, അങ്ങനെ അഭിവന്യ ഗുരുക്കന്മാരുടെ സമ്മിശ്രമായ രൂപം ചേർന്ന ഒരു 4 കൂടി ജംഗ്ഷനാണ് അവൻ. നീ പറയടാ, നീ ഇത്രയും ആൾക്കാരെ കാണുന്നതല്ലേ, നീ ആൾക്കാരുടെ പേരെടുത്ത് പറ. ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഒരാളുടെ പേര് പറ, നല്ല താരജാടയുള്ള ഒരു ആക്ടറുടെ പേര് പറ. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അല്ല ഒരു മിനിറ്റ്, നീ മറ്റേ പറ, താരജാടയുള്ള നടൻ. നിങ്ങളത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഒരാളെ പറ. എന്താ അങ്ങനെ പറഞ്ഞ അവര് ഞങ്ങളെ തല്ലും. ഇല്ല, ഇപ്പൊ പറയണം. നീ പറഞ്ഞു പല നടന്മാർക്കും താരജാടയുണ്ട്. ഒരാളുടെ പേര് പറയാൻ നിനക്ക് പറ്റുന്നില്ലേ? ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. അപ്പം മനസ്സിലായല്ലോ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉത്തരം പറയാം. തിരിച്ചങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യപ്പോ എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇതിൽ നിർത്താം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, പടാ. കീറിയതാ